ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 8-ാം സ്കന്ധം 21-ാം അധ്യായം. ബലിബന്ധനം. ശ്രീശുകൻ പറഞ്ഞു: നഖേന്ദുഭാസാൽ നിജധാമകാന്തിയും കവർന്ന തൃക്കാലധ കണ്ടു പത്മജൻ മരീചി മുഖ്യർഷികളും സനന്ദനാദ്യരായ യോഗീന്ദ്രർ ബൃഹത് വ്രതസ്ഥരും യോഗപ്രദീപ്തം നിജബോധവന്ഹിയാൽ സ്വകർമ്മഭംഗങ്ങൾ നശിച്ച കൂട്ടരും സുദുർഗമം പത്മജഗേഹമാർന്നൊരാ മുകുന്ദപാദസ്മരണൈകദാനരും സാംഗങ്ങൾ വേദങ്ങൾ യമാദിയോഗ സംഹിതാദിയും ചേർന്നഥ വീണുകൂപ്പിനാർ. തന്നാഭിജാതൻ പുരുപുണ്യകീർത്തിയാമജൻ തദീയോന്നത പാദപങ്കജം പവിത്രമാം തീർത്ഥജലത്തിനാൽ സ്വയം പ്രക്ഷാളനം ചെയ്തഥ വാഴ്ത്തി സാദരം. ശ്രീവിഷ്ണുവിൻ ചരണതാർ കഴുകി പവിത്രമാമക്കമണ്ഡലുജലം സുരഗംഗയാറായി കീഴ്പോട്ടു വീണു ഭുവനത്രയവും വിശുദ്ധമാക്കുന്നു ശുഭ്രതമമാം ഹരികീർത്തി പോലെ. ആ വിശ്വരൂപം സങ്കോചിപ്പിക്കേ വാമനമൂർത്തിയെ സാനുഗം ബ്രഹ്മമുഖ്യന്മാർ അർഘ്യപാദ്യങ്ങളും തഥാ ദിവ്യഗന്ധക്കുറിക്കൂട്ടും ധൂപദീപസ്രഗാദിയും അക്ഷതം ദൂർവയവവും ലാജയും ജയശബ്ദവും തദ്വീര്യമാഹാത്മ്യ സങ്കീർത്തനവും നൃത്യഗീതവും ശംഖും പറകളും മറ്റുമായി പൂജിച്ചു സാമ്പ്രതം. മനോവേഗമെഴും ജാമ്പവാനാം വൃക്ഷകുലാധിപൻ പെരുമ്പറയടിച്ചെങ്ങും മുഴക്കി വിജയോത്സവം. ദീക്ഷിതൻ സ്വാമിതൻ ഭൂമി സർവം ത്രിപദയാജ്ഞയാൽ കവർന്നെടുത്തതായി കണ്ടു രുഷ്ടരായി ദൈത്യരോധിനാർ. ഇവൻ നൂനം വിപ്രനല്ല, മായാവിശ്രേഷ്ഠനാം ഹരി. സുരർക്കു വേണ്ടി വടുവിൻ വേഷത്തിലിഹ വന്നതാം. വ്രതത്താൽ ദണ്ഡശിക്ഷാതി വിട്ടൊരീ സ്വാമിതൻ ധനം സർവസ്വവും ഹരിച്ചാൻ ഈ ശത്രു യാജ്ഞാച്ഛലത്തിനാൽ. ദയ സത്യം വിപ്രഭക്തി വിശേഷിച്ചിഹ ദീക്ഷയും പൂണ്ടൊരസ്മൽ പ്രഭുവിനു വാക്കുമാറാൻ അസാധ്യമാം. അതിനാൽ സ്വാമി ശുശ്രൂഷക്കിവനെ കൊൽകതാൻ വരം എന്ന ആയുധം പൂണ്ടു മഹാബലി തന്നനുയായികൾ. ബലിയിച്ഛിക്കാതെ താനീ വണ്ണം ശൂലാദിയൊത്തുടൻ പാഞ്ഞണഞ്ഞാർ വാമനനെ കൊല്ലാനായി ക്രുദ്ധരാമവർ. പാഞ്ഞെത്തും ദൈത്യസേനാനികളെ ശസ്ത്രമാർന്നുടൻ പുച്ഛച്ചിരിയൊടും രാജൻ തടഞ്ഞാർ വിഷ്ണു പാർഷദർ. നന്ദൻ സുനന്ദൻ വിജയൻ ജയൻ പ്രബലനും തഥാ കുമുദാക്ഷൻ ബലൻ താർക്ഷ്യൻ വിശ്വക്സേനൻ ജയന്തനും സാത്വതൻ കുമുദൻ പുഷ്പദന്തനും ശ്രുതദേവനും നാഗായുധബലം പൂണ്ടൊര സൈന്യത്തെ മുടിക്കയായി സ്വഭൃത്യരെ പാർഷദന്മാർ കൊൽവതായി കണ്ടു മാബലി. ഗുരുശാപം സ്മരിച്ചാശു തടുത്താൻ ക്രുദ്ധർ ദൈത്യരെ. ഹേ വിപ്രജിത്തേ ഹേ രാഹോ നേമേ കേൾക്കുവിനേവരും. പ്രതികൂലം നമുക്കിന്നു കാലം പോർ വിട്ടുപോരുവിൻ. ഏവർക്കും സുഖദുഃഖങ്ങളണയ്ക്കാൻ ശക്തമേതുവാൻ ആ കാലത്തെ പൗരുഷത്താൽ വെല്ലാനാവില്ല ദൈത്യരെ. സുരന്മാർക്കെതിരായി മുന്നം ആരു നമ്മെ തുണച്ചിതോ ഇന്ന സർവേശ്വരൻ നമ്മൾക്കെതിരായി തീർന്നിരിക്കയാം. ബലം മന്ത്രികൾ ദുർഗങ്ങൾ ബുദ്ധി മന്ത്രൌഷധാദിയും സാമാദ്യുപായങ്ങളും കൊണ്ടാകാ കാലത്തെ വെല്ലുവാൻ. ഭാഗ്യത്താൽ ഊർജിതന്മാരായി നിങ്ങൾ മുന്നം പലപ്പോഴും തോൽപ്പിച്ചൊരവർ താൻ ഇന്നു പോർ ജയത്താൽ മതിക്കയാം. ദൈവം കനിഞ്ഞാൽ ഇവരെ നമ്മൾ വീണ്ടും ജയിച്ചിടും. അതിനാൽ കാലസൗമുഖ്യം വരയ്ക്കും കാത്തിരിക്കുവിൻ. ശ്രീശുകൻ പറഞ്ഞു: സ്വാമിയാം ബലിതൻ വാക്യം കേട്ടൊരദ്വൈത്യനായകർ പാതാളത്തിൽ ചെന്നു പാർത്താർ വിഷ്ണു പാർഷദ നിർജിതർ. പ്രഭുവിന്നിഹിതം പാർത്തു വാരുണത്താൽ ഖഗേശ്വരൻ ബന്ധിച്ചാൻ ബലിയെ സോമഹോമം ചെയ്യേണ്ടൊരദ്ദിനം. സർവശക്തൻ വിഷ്ണുവാൽ അദ്വൈത്യേന്ദ്രൻ ബദ്ധനാകവേ ഉച്ചം ഹാഹാരവം പൊങ്ങി വിണ്ണിൽ മഞ്ഞിലുമെങ്ങുമേ. ഏവം വാരുണവാശത്താൽ ബദ്ധനായി നഷ്ടലക്ഷ്മിയായി യശസ്വിയാം ധീരനോടു ചൊന്നാൻ വാമനനാം ഹരി: മൂന്നടി സ്ഥലമല്ലോ നീ തന്നതിങ്ങസുരോത്തമ. തീർന്നു രണ്ടടിയാൽ വിശ്വം തൃതീയം വെപ്പതെങ്ങുവാൻ. സൂര്യരശ്മികളും താരാജാലമൊത്തിന്ദുവും തഥാ വർഷിക്കും കാറുമുള്ളയിടം വരയ്ക്കും തവ ഭൂമിയാം. ഭൂർലോകം ഒറ്റയടിയാൽ വാനെല്ലാം എൻ വപുസിനാൽ. രണ്ടാം കാൽ വെപ്പിനാൽ വിണ്ണുമളന്നേൻ നിന്റെ മുൻപിൽ ഞാൻ. ഏറ്റതേകാത്ത നിൻ സ്ഥാനം നരകം തന്നെ നിശ്ചയം. അതിനാൽ നരകം പൂകിയാലും ഗുരുവാജ്ഞയൊത്തു നീ.
അർത്ഥിയോടേറ്റതേകാതെ വഞ്ചിപ്പോൻ തൻ മനോരഥം വ്യർത്ഥം താൻ. ദൂരകം സ്വർഗം നിശ്ചിതം താൻ സ്വവീക്ഷയും ആഠ്യത്വത്താൽ തരാമെന്നേറ്റെന്നെ വഞ്ചിച്ചിരിക്കയാൽ ഏതാനാണ്ടങ്ങ് അസത്യത്തിൻ ദുഷ്ഫലം താൻ ഭുജിക്ക നീ. ഹരേ നാരായണ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 21-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.